ഹരിയോ എല്ലാവർക്കും നമസ്കാരം. അതീതം തേജസ്വി അസ്തു എന്നാണ്. അത് തേജസ്സുറ്റതായിരിക്കട്ടെ. എന്തൊക്കെ കിട്ടി എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. നമ്മൾ ഓരോരുത്തരും ഇതിന്റെ അർത്ഥവ്യാപ്തി വളരെ വളരെ വലുതാണ്. നമുക്ക് എങ്ങനെയാണോ ഇതിനെ ഭാവന ചെയ്ത് എവിടേക്ക് ഏതൊക്കെ തലങ്ങളിലേക്ക് ഈ ശാന്തി മന്ത്രത്തെ നമുക്ക് കൊണ്ടുപോകാം അതിനനുസരിച്ചിരിക്കും നമ്മുടെ ഓരോരുത്തരുടെ കപ്പാസിറ്റി. നമുക്ക് ലഭിച്ചത് എന്ന് പറയുമ്പോൾ അറിവ് മാത്രമല്ല, നമ്മുടെ രക്ഷിതാക്കള്, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ കുട്ടികള്, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, ഞാൻ നേടിയിട്ടുള്ളത് തേജസ്വി അസ്തു, തിളങ്ങുന്നതായി, പ്രകാശപൂരിതമായി അതങ്ങനെ ജ്വലിച്ചു നിൽക്കട്ടെ. നമ്മൾ രണ്ടുപേർ അതിലൊക്കെ എന്തുണ്ട്? രണ്ടുണ്ട് എല്ലാറ്റിലും. ഈ മറ്റൊന്നിനെയും കൂടെ നമ്മൾ എപ്പോഴും ഓർമ്മിപ്പിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം സ്വാധീനമായിട്ടിരിക്കുകയും ചെയ്യുക എന്നുള്ളത് അതൊരു സവിശേഷമായിട്ടുള്ള ഒന്നാണ്. ഈ ഞാൻ എന്ന വ്യക്തി ചുരുങ്ങിയിട്ട് അപരനിലേക്ക് അത് പടരുകയാണ്. അത് വളരെ ആവശ്യമാണ്. ഇതിനെയാണ് വികാസം എന്ന് പറയുന്നത്. ഈ ആത്മവികാസം എന്ന് പറയുന്നത് ഇതാണ്. അല്ലാത്തതൊക്കെ എന്താണ്? ഈ വസുദൈവ കുടുംബകം എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉണ്ടല്ലോ, എല്ലാവരും പറയാറുണ്ട്, പലപ്പോഴും പലരും പറയുമല്ലോ വസുദൈവ കുടുംബകം, അങ്ങനെയാണല്ലോ നമ്മുടെ സംസ്കാരം എന്ന് പറയും. വസുദൈവ കുടുംബകം എന്ന് ഒരു വലിയ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ അവസാനത്തെ ഒരു കഷ്ണമാണ് വസുദൈവ കുടുംബകം. അതിന്റെ പിറകിൽ കുറച്ചും കൂടെ ഉണ്ട്. അതിങ്ങനെയാണ്: അയം നിജ പരോവേത്തി ഗണനാം ലഘുചേതസ ഉദാരചരിതാനാം തു വസുദൈവ കുടുംബകം. അങ്ങനെയാണ്. അയം നിജ പരോവേത്തി ഗണനാം ലഘുചേതസ. ഈ അല്പബുദ്ധികളുണ്ട്. അല്പബുദ്ധികൾ എപ്പോഴും അവൻ ഇവൻ എന്നൊക്കെ പറഞ്ഞ് അതിനെ പരിമിതമാക്കുന്നുണ്ട്. ലഘുചേതസന്മാരാണ്, അല്പബുദ്ധികളാണ്. എന്നാൽ ഉദാരചരിതാനാം, ഉദാരന്മാർ, ഇങ്ങനെയാണ് അവർ ഉദാരന്മാരാവുന്നത്. വസുദൈവ കുടുംബകം. അവരെ സംബന്ധിച്ച് അവരുടെ കുടുംബം എന്ന് പറയുന്നത് തന്നെ വളരെ വലുതാണ്. അപ്പൊ എൻ്റെ സ്വന്തക്കാരാണ് ഈ കാണുന്ന സകലതും. അപ്പൊ എൻ്റെ വികാസമാണത്. അപ്പോ ഞാൻ ചുരുങ്ങുകയും ഞാൻ വികസിക്കുകയും, ഇങ്ങനെ വികസിക്കലാണ് നമ്മുടെ സാധ്യത. ആ സാധ്യതയിലേക്കാണ് ഉപനിഷത്ത് കൈ ചൂണ്ടുന്നത്. സഹ വീര്യം കരവാവഹ. വീര്യത്തോടുകൂടി നമുക്ക് കർമ്മം ചെയ്യാൻ സാധിക്കുക. അടുത്ത മന്ത്രത്തെയാണ് നമ്മൾ, അടുത്ത വരിയാണ് ആദ്യം ഇപ്പോ നേരത്തെ പറഞ്ഞു പോയത്. നൗ അതീതം തേജസ്വി അസ്തു. നമുക്ക് രണ്ടുപേർക്കും കിട്ടുന്നത് തേജസ്സുറ്റതായിരിക്കട്ടെ, തേജസ്സുറ്റതായി. അതുകൊണ്ട് ഇപ്പോ നമുക്ക് എന്തായാലും, നിങ്ങൾക്കാർക്കൊക്കെ സ്വന്തമായിട്ട് വീടുണ്ടോ, വീടുണ്ടായോ, തേജസ്സുറ്റതായിരിക്കട്ടെ. വീട് കെട്ടി ആ വീട് പെയിന്റിംഗ് ഒക്കെ ചെയ്ത് അതിന്റെ വീട്ടുകൂടലൊക്കെ നടത്തി ആളുകളൊക്കെ വന്നു. ഓർത്തു നോക്കണം, അങ്ങനെ ആളുകളൊക്കെ ഒഴിഞ്ഞുപോയി, കുടുംബക്കാരും അവരിവരൊക്കെ വന്നു, അവരൊക്കെ പോയി. പിന്നെ എന്താണ് ആ വീട് എങ്ങനെയാ നമ്മൾ ഭയങ്കര ശ്രദ്ധയാണ്. ഇതാരാ ഇവിടെ ഇട്ടത്, ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതൊക്കെ എപ്പോഴും വൃത്തിയായിരിക്കണം, നമുക്ക് നല്ല
നല്ല നല്ല ആര് കണ്ടാലും അസൂയപ്പെടണം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇപ്പോഴോ അതൊക്കെ ഇങ്ങനെ കുറഞ്ഞു പോയി. എല്ലാം കൂടെ തേജസ്വി അസ്തു. ഗവൺമെന്റ് ക്വാർട്ടേഴ്സ് ആണെങ്കിൽ ക്വാർട്ടേഴ്സ് കിട്ടി, അതെങ്ങനെയാ വേണ്ടത്? തേജസ്വി അസ്തു. നമുക്ക് കിട്ടിയതൊക്കെ അറിവ് തേജസ്വിറ്റതായിരിക്കുന്നത് നമ്മളത് കൈമാറ്റം ചെയ്യപ്പെടും. എല്ലാം തന്നെ ഷെയർ ചെയ്യുമ്പോഴാണ്, മറ്റൊരാൾക്ക് കൂടെ അതിലേക്ക് ഒരു ഇടം കൊടുക്കുന്ന സമയത്താണ് അത് തേജസ്വിറ്റതായിട്ട് വരുന്നത്. എത്രയോ അറിവുകളുണ്ട്, എത്രയോ അറിവുകൾ. അത് ചില ആളുകളോടുകൂടി അതിൻ്റെ വംശനാശം വന്നു പോയിട്ടുണ്ട്, പലതും. അപ്പോ ഉപനിഷത്തിന്റെ താല്പര്യം നൗ അതീതം തേജസ്വി അസ്തു മാ വിദ്യുഷാവഹൈ. വേണ്ട എന്ന് പറയും, അരുത്. മാ എന്ന് പറഞ്ഞാൽ അരുതാണ്, നിഷേധാർത്ഥത്തിൽ പറയാം. വിദ്യുഷാവഹൈ, വിദ്വേഷം, അന്യോന്യം വിദ്വേഷം ഉണ്ടാകാതിരിക്കട്ടെ. അഭിപ്രായ വ്യത്യാസം വേറെ, വിദ്വേഷം വേറെ. നമുക്ക് ഒരു കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം, അത് നമുക്ക് പ്രകടിപ്പിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. വിദ്വേഷം ആവശ്യമില്ലാത്തതാണ്. വിദ്വേഷം അരുത് ഒന്നിനോട്. മാ വിദ്യുഷാവഹ. ഇവിടെ ഗുരുവും ശിഷ്യനും ആണെങ്കിൽ ചിലപ്പോൾ ഗുരു പറയുന്നത് ശിഷ്യന് മനസ്സിലായിക്കൊള്ളണം എന്നുണ്ടാവില്ല. അങ്ങനെ മനസ്സിലാവാതെ വരുമ്പം ശിഷ്യന് ഗുരുവിനോട് ദേഷ്യം തോന്നുന്നു, അത് വേണ്ട എന്ന് പറയാം. പലപ്പോഴും ഈ മനസ്സിലാക്കയിൽ നിന്നാണ്, മനസ്സിലാക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് ഈ വിദ്വേഷമൊക്കെ ഉണ്ടാകുന്നത്. മാ വിദ്യുഷാവഹ, വിദ്വേഷത്തിന് സ്ഥാനമില്ല. അതുകൊണ്ട് അത്തരം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് വിദ്വേഷം പുലർത്താൻ ഉള്ള അത്തരം വിദ്വേഷത്തിന്റെ ഘടകങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. എനിക്കിത് കാണുമ്പോ കലി കയറും. തമാശയൊക്കെയായിട്ട് നമുക്ക് പറയാം, അതൊക്കെ ഒരു പ്രയോഗമായിട്ട്. പക്ഷേ ഒരിക്കലും അതൊരു നല്ലതല്ല. അതുകൊണ്ട് വിദ്വേഷം വേണ്ട ഒന്നിനോട്. നമുക്ക് ഏത് വിയോജിപ്പുകളും നമുക്ക് പറയാൻ പറ്റും. ഈ ചില ആളുകളൊക്കെ ഉണ്ട്, അവര് ഒരുമിച്ച് ജീവിച്ചവരാണ്, ഭാര്യ ഭർത്താക്കന്മാരായിട്ട്. ഒരു സമയത്ത് ഒരു ഘട്ടത്തിൽ അവർക്ക് വേർപിരിയണം എന്ന് തോന്നും. ഈ വേർപിരിയൽ പല തലങ്ങളിലുണ്ട്. വളരെ നല്ല രീതിയിൽ വേർപിരിയുന്ന ആളുകളുണ്ട്. എന്നിട്ടോ വേർപിരിഞ്ഞു കഴിഞ്ഞാലും അവര് വിദ്വേഷമൊന്നുമില്ല, സുഹൃത്തുക്കളെ പോലെ ഇടയ്ക്ക് വിശേഷങ്ങളൊക്കെ അന്വേഷിക്കും. ഓക്കെ, ഇതന്നെ, എന്ത് സഹായം ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും, അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ളവരുണ്ട്. അപ്പൊ ചിലര് ചോദിക്കും, എന്നാ പിന്നെ ഇവർക്ക് അങ്ങോട്ട് ഒരുമിച്ച് കഴിഞ്ഞാൽ പോരെ? നമ്മളിത് ഇങ്ങനെ ഭയങ്കരമായിട്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഗവേഷണം നടത്തുന്നവരാണ്. അപ്പൊ വിവാഹബന്ധം വേർപെടുത്തിയവർ പൊരിഞ്ഞ അടി കൂടണം എന്നുള്ളതാണ് പൊതുവേ ഉള്ള ഒരു ധാരണ. അങ്ങനെ ആവണമെന്നില്ല, എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. അപ്പൊ ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ വേർപിരിയുന്ന നല്ലത്, നമുക്ക് നല്ലത് അതാ. ചിലപ്പോൾ നിങ്ങൾക്ക് ഓർഗനൈസേഷൻ ആവാം, നല്ല രീതിയിൽ പോവാം. വിദ്വേഷം വേണ്ട എന്ന് പറയും. മാ വിദ്യുഷാവഹ. പറയാം നമുക്ക്, നിങ്ങളെ എനിക്ക് വെറുക്കാൻ പറ്റില്ല, പക്ഷെ നിങ്ങളുടെ പ്രവൃത്തിയുണ്ട്, അതിനോട് എനിക്ക് യോജിക്കാനും പറ്റില്ല. നിങ്ങളോട് എനിക്ക് യോജിപ്പുണ്ട്, നിങ്ങളുടെ ഈ പ്രവൃത്തിയോട് എനിക്ക് യാതൊരു യോജിപ്പില്ല. രണ്ടും രണ്ടാണ്. ഇത് രണ്ടായി അറിഞ്ഞിട്ടില്ലെങ്കിൽ ഈ പ്രവൃത്തിയിൽ നമുക്ക് ഉള്ള വിയോജിപ്പ് അല്ലെങ്കിൽ
അതൊരു ദേഷ്യമായിട്ട് വ്യക്തിയിലേക്ക് വരും. ഇങ്ങനെയാണ് വ്യക്തികൾ ശത്രുക്കളാവുന്നത്. അതുകൊണ്ട് ഇതെല്ലാം ഒരു ഈ അടിസ്ഥാനമായിട്ട് അറിവാണ് നമ്മളെ ഇതിനെയൊക്കെ സഹായിക്കുന്നത്. ഈ അറിവ് കിട്ടിക്കഴിഞ്ഞാലാണ് ഇതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാവും. അത് നിങ്ങൾ ആരോടും നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് പറയാം. അവർക്ക് തന്നെ അതിലൊരു എന്താ ഓ ശരിയാണ് എന്നൊരു തോന്നലുണ്ടാവും നമ്മൾ ഈ കാര്യം പറയുമ്പോൾ. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. അത് ഭാര്യയോടും ഭർത്താവിനോടും അച്ഛനോടും അമ്മയോടും ഒക്കെ പറയാം. അമ്മയെ ശത്രുവായിട്ട് കാണേണ്ട കാര്യമില്ല. എനിക്ക് അമ്മയുടെ ഈ ഒരു നിലപാട് എനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അമ്മയെ എനിക്ക് ഒരിക്കലും നിഷേധിക്കാനോ നിരാകരിക്കാനോ അമ്മയോട് ദേഷ്യപ്പെടാനോ എനിക്ക് സാധിക്കില്ല. കാരണം അമ്മ എൻ്റെ അമ്മയാണല്ലോ. ഇതുപോലെ അച്ഛനോടും ഭാര്യയോടും ഭർത്താവിനോടും കുട്ടികളോടും ഒക്കെ നമുക്ക് സുഹൃത്തുക്കളോടും ഇത് പറയാവുന്നതാണ്. നീ എൻ്റെ നല്ല സുഹൃത്താണ്, പക്ഷെ നിന്റെ ഈ ഒരു നിലപാടിൽ എനിക്ക് യോജിപ്പില്ല. നമ്മളോട് ചിലർ പറയാറുണ്ട് ചില കാര്യങ്ങളെ കുറിച്ച്. നമ്മൾ അവർക്ക് മറുപടി കൊടുക്കാറുണ്ട്. നിങ്ങളുടെ അഭിപ്രായത്തെ മാനിക്കുന്നു, പക്ഷെ നമ്മുടെ അഭിപ്രായം ഇതാണ്. അത് നമ്മുടെ ഒരു നിലപാടാണ്. അത് നോക്കൂ, ഒരു നിലപാട് നമ്മൾ ഇപ്പോ പറയുമ്പം പറഞ്ഞതാണ്. സ്വാമി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അതിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല എന്ന് ചിലർ പറയാറുണ്ട്. അത് തുറന്നു പറയുന്നത് വളരെ നല്ല സന്തോഷം. പക്ഷെ നമ്മളൊരു കാര്യം പറയണത് എന്താന്ന് പറഞ്ഞാൽ, സന്യാസി ധർമ്മപ്രചാരകനാണ്, ധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന ആളാണ്. അങ്ങനെ നമുക്ക് ധർമ്മം എന്ന് ബോധ്യമുള്ളത് ആ ബോധ്യമുള്ളതിനെ തുറന്ന് ജനസമക്ഷം പറയുക എന്നുള്ളത് അത് ഏതൊരാൾക്കും എന്താ പറയുക, അത് ഏതൊരാളെ സംബന്ധിച്ച് ഒരു കരണീയമായിട്ടുള്ള ഒന്നാണ്. അങ്ങനെ ആയിരിക്കണം നമ്മൾ.